ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പാൽ കപ്പ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ രജിത സൂരജ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൽ കപ്പ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കപ്പ എടുത്തിട്ടുണ്ട്. 1 കിലോ കപ്പയാണിത്. നമ്മൾ കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നത് പോലെ ആ രീതിയിൽ മുറിച്ചെടുത്തിരിക്കുകയാണ്. പാൽ കപ്പ തയ്യാറാക്കാനായിട്ട് കയ്പില്ലാത്ത കപ്പ തിരഞ്ഞെടുക്കാനായി ശ്രദ്ധിക്കുക. ആദ്യം ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ കപ്പയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കപ്പ മുഴുവനും മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കപ്പ വേവിക്കാനായിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. കപ്പ വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം വേവായി കഴിയുമ്പോൾ കപ്പയുടെ വെള്ളം ഊറ്റിക്കളയാം. ഇനി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഈ കപ്പയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനാദ്യം 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ തന്നെ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുകയാണെങ്കിൽ 2-ാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. 2 കപ്പ് 2-ാം പാൽ ഒഴിക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്യാൻഡ് ആയിട്ടുള്ള തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പൗഡർ ആണെങ്കിലും 2 കപ്പ് തന്നെയാണ് ചേർക്കേണ്ടത്. വീടുകളിൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ 1-ാം പാൽ 2-ാം പാൽ എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പിഴിഞ്ഞെടുക്കും. സാധനങ്ങൾ വേവിക്കാനായി ഉപയോഗിക്കുന്നത് 2-ാം പാലാണ്. അപ്പോൾ 1/4 വേവായി ഈ കപ്പ ഇനി ബാക്കി വേവുന്നത് ഈ പാലിൽ കിടന്നാണ്. ഈ സമയത്ത് കപ്പ നന്നായി തവി കൊണ്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിൻ്റെ അളവ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തപ്പോൾ കപ്പ ജസ്റ്റ് തേങ്ങാപ്പാലിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ കപ്പ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി വെന്ത് ഉടഞ്ഞ് നല്ല ക്രീമി ആയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് കപ്പ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് തീ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. പാൽക്കപ്പ കുറച്ചുകൂടി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. 1-ാം പാലോടി ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ പാൽക്കപ്പയുടെ കറക്റ്റ് പരുവത്തിൽ കിട്ടും. അപ്പോൾ 1 കപ്പ് 1-ാം പാലോടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ കപ്പയിലേക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കപ്പ തണുത്ത് കഴിയുമ്പോൾ അധികം കട്ടി പിടിക്കാതെ ആവശ്യത്തിന് ലൂസായിട്ട് തന്നെ ഇരിക്കും. ഇനി ലാസ്റ്റായിട്ട് കടുകൂടി വറുത്ത് ചേർക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് 2 എണ്ണം ചെറുതായി മുറിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പില എടുക്കാം. ഇനി വേണ്ടത് 5-6 ഉള്ളിയും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞതാണ്. ഇനി കടുക് വറുക്കുന്നതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. പാൽക്കപ്പയ്ക്ക് സാധാരണ എരിവ് വളരെ കുറവാണ്. നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ചൂട് പാൽക്കപ്പയും മീൻ കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ബീഫ് കറിയുടെ കൂടെയും നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനായി മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.